നമ്മുടെ ഏറ്റവും ഹൃദയത്തിലെ ഏറ്റവും അങ്ങേയറ്റത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ സാരഥികളെ സാക്ഷിയാക്കി അവർക്കുള്ള ക്യാമ്പസ് കോൺഫറൻസിലെ 5000 പ്രതിനിധികളുടെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനയോടെ കൈകൾ ഉയർത്തി സ്റ്റാൻഡിംഗ് ഒവേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അറിയിക്കുകയാണ്. ലോകത്തെങ്ങുമുള്ള ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന, സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിൽ ആദരണീയനായ പ്രസിഡന്റ് പി കെ ഫിറോസ് സാഹിബ്, ആദരണീയനായ MSFന്റെ ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി സാഹിബ്, ഈ നിർണായക മുഹൂർത്തത്തിൽ ആദരണീയരായ അതിഥികളുടെ സാന്നിധ്യത്തിൽ ഏറ്റവും പ്രസക്തമായ ചില പ്രഖ്യാപനങ്ങൾ, കോൺഫറൻസിന്റെ ചില ഡിക്ലറേഷൻസ് നടത്തുകയാണ്. കേരളത്തിലെ ടെക്നിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പുതിയ സംഘടന, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ടെക്നിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അവരുടെ ഒരു കോർഡിനേഷന് വേണ്ടി ആ സംഘടനയുടെ പേര് ടെക്ഫെഡ് എന്നാണ്. ടെക്ഫെഡ് എന്നായിരിക്കും ആ സംഘടനയുടെ പേര്. MSFന്റെ കീഴിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ പ്രത്യേകമായൊരു വിഭാഗം നാം തയ്യാറാക്കിയിരിക്കുന്നു. ആ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയ്ക്ക് MSF പേര് നൽകുന്നത് മെഡിഫെഡ്. 150 വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ നടത്തുന്ന പ്രത്യേക പരീക്ഷയിൽ പങ്കെടുത്ത് ക്വാളിഫൈഡ് ആവുന്ന 150 വിദ്യാർത്ഥികൾക്ക് IAS കോച്ചിങ് കൊടുക്കാൻ MSFന്റെ സംസ്ഥാന കമ്മിറ്റി ആഗ്രഹിക്കുന്നു. പല ആളുകളും ആ കോച്ചിങ്ങിന് വേണ്ട സ്പോൺസർഷിപ്പിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഒപ്പം MSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ ക്യാമ്പസ് മീറ്റ് ഡൽഹിയിൽ വെച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. MSFന്റെ സംസ്ഥാന കമ്മിറ്റി കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടന, അതിന്റെ പേരാണ് ഹരിത. ആകുലമാകുന്ന വർത്തമാനത്തിൻ്റെ പുതുപരിസരങ്ങളിൽ നിന്ന്, വളർന്നേറുന്ന ശാസ്ത്രലോകത്തിൻ്റെ കാലികമെടുപ്പുകളിൽ നിന്ന് കാലത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞ് നാളെയുടെ വഴിവിളക്കുകളെ ഉജ്ജ്വലവും സൗന്ദര്യാത്മകവുമാക്കുവാൻ ഇന്നലെയുടെ നവോത്ഥാന വേദികളുടെയും വ്യക്തികളുടെയും സ്രോതസ്സുകളുടെയും പുനർവായന ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഭൂമിയിൽ അവൻ്റെ പ്രതിനിധിയായാണ് ഉത്കൃഷ്ട ജന്മമായ മനുഷ്യൻ. ഓരോ മനുഷ്യജന്മത്തിനും മഹത്തായ ഓരോ നിയോഗങ്ങളുണ്ട്. ഈ നിയോഗങ്ങളെ നിർവഹിക്കലാണ് സാമൂഹിക ജീവിതം ആവശ്യപ്പെടുന്നത്. സാമൂഹിക വർത്തമാനങ്ങളുടെ പ്രതികൂലതകളിലും തൻ്റെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞ് നവസമൂഹ നിർമ്മിതിയിൽ തങ്ങളുടെ മായ്ക്കാനാവാത്ത വിരൽപ്പാടുകൾ പതിപ്പിച്ച നവോത്ഥാന നായകന്മാർ പുതിയ തലമുറക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും മൂല്യഗ്രന്ഥങ്ങളുടെയും തെറ്റായ വായന ലോക സമൂഹങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അപനിർമ്മിതിയുടെയും അരാജക സാമൂഹിക ഘടനയുടെയും ഇരുട്ട് നിറഞ്ഞ പ്രതലങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. തിരിച്ചുപോക്കുകളല്ല, പുതിയ കാലത്തേക്ക് മഹത്വപൂർണവും സൗന്ദര്യാത്മകവും നവലോക സൃഷ്ടിപ്പിനായുള്ള ധീരവുമായ കാൽവെപ്പിന് കേരളീയ വിദ്യാർത്ഥി സമൂഹത്തെ MSF ആഹ്വാനം ചെയ്യുന്നു. സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന സാമൂഹിക സിദ്ധാന്തങ്ങളുടെ പൊളിച്ചെഴുത്തും സൗന്ദര്യവൽക്കരണവും അഭിമാനകരമായ അസ്തിത്വം സ്വപ്നം കാണുന്ന ഒരു തലമുറയുടെ ജീവിത വൃത്തിയാക്കണമെന്ന് പുതിയ കാലം നമ്മോട് ആവശ്യപ്പെടുന്നു. സമൂഹത്തിലെ പരക്കുന്ന ഇരുളിനും ഒഴുകുന്ന അഴുക്കുകൾക്കുമപ്പുറത്ത് മഹിത മാനവ സാമൂഹിക നിർമ്മിതിക്കായുള്ള MSFന്റെ ഈ മുന്നേറ്റത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള ഊർജമായി മാറുവാൻ ഈ സമ്മേളനം കേരളീയ വിദ്യാർത്ഥി സമൂഹത്തെ ആഹ്വാനം ചെയ്യുന്നു. സാംസ്കാരിക തകർച്ചയുടെ വ്യാപനത്തിൽ വർത്തമാന സമൂഹം ലജ്ജിക്കുന്ന അതിദയനീയമായ കാഴ്ചയാണിന്നുള്ളത്. മാനവികത, ധാർമ്മികത, പ്രബുദ്ധത തുടങ്ങി കേൾക്കാൻ രസമുള്ള പ്രയോഗങ്ങൾ സ്റ്റേജിനും പേജിനും മാറ്റിക്കൂട്ടുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളായി മാറിയിരിക്കുന്നു. സ്നേഹവും സൗഹൃദവും ഹൃദയങ്ങളിൽ നിന്നും വഴിമാറി ഇമെയിലും SMS-ലും സ്ഥാനം പിടിച്ചിരിക്കുന്നു. സ്വാർത്ഥതയുടെ പോരാട്ടത്തിൽ വ്യക്തികളും ഭരണാധികാരികളും മാത്രമല്ല, സംഘടനകളും പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും പരസ്പരം മത്സരിക്കുകയാണ്. സർവ്വമേഖലയിലും മൂല്യം ചോർന്നു പോകുമ്പോൾ മഹിതമായൊരു സംസ്കാരത്തിൻ്റെ തിരിച്ചറിവ് സ്വപ്നം കാണുന്ന സമൂഹം നിരാശയുടെ നിഴലിൽ മിഴിച്ചു നിൽക്കുന്നു. പ്രാണരക്ഷാർത്ഥം ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി ചോരയിൽ കിടക്കുന്ന സഹോദരിയിൽ കാമം തീർക്കുന്ന ഏറ്റവും മലീനസമായൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച നാടാണ് നമ്മുടെ കേരളം.
നീതിപീഠങ്ങൾ കുറ്റവാളിയെന്ന് പ്രഖ്യാപിക്കപ്പെട്ടവർക്ക് മാന്യത പട്ടം നൽകി ആദരിക്കുന്ന സമൂഹം. മൃഗീയമായ പീഡനത്തിനൊടുവിൽ അനാഥ ബാലികയെ സമൂഹത്തിന് ഏൽപ്പിച്ച് മരണം പ്രാപിച്ച ഷാരിയുടെ കൊലപാതകരെ VIP-കളെ പരിരക്ഷിക്കുന്ന സമൂഹം. പരമോന്നത നീതിപീഠം കുറ്റവാളിയും അല്ലെന്ന് വിധിച്ചിട്ടും ഒരു പീഡിത സമൂഹത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘശക്തിയുടെ പതനം കൊതിച്ചുകൊണ്ട് ഉന്നത തലങ്ങളിൽ വിരാജിക്കുന്ന വ്യക്തികളെ അപമാനിതനാക്കുന്ന പുതിയ രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചനയോടെ കേരളം. ഇവിടെ സാംസ്കാരികതയുടെ തിരിച്ചു കൊണ്ടുവരാനും നെറുകേടുകൾക്കെതിരെ പോരാടാനും വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് ഈ പ്രമേയം ആവശ്യപ്പെടുന്നു. ജയിൽവാസം അനുഭവിച്ച ക്രിമിനലുകളുടെയും ക്രിമിനലുകളുടെ വാക്കുകൾക്ക് ഹരം പകർന്ന് ആഹ്ലാദം കൊള്ളുന്ന പുതിയ മാധ്യമ സംസ്കാരം വിചാരണയ്ക്ക് വിധേയമാകണമെന്ന് ഈ പ്രമേയം ആവശ്യപ്പെടുന്നു. ഭാവി സമൂഹത്തിന്റെ ഭാഗതയം നിർണയിക്കേണ്ട ക്യാമ്പസുകളിൽ നിന്നും പുതിയ സംസ്കാരത്തിന്റെ മാറ്റത്തിന്റെ തിരിയുളർത്തണം. വാർദ്ധക്യം ബാധിച്ചു വരുന്ന വിദ്യാർത്ഥി സംഘടനകളും അക്രമികളെ ആശയങ്ങളാക്കി അഭിമാനം കൊള്ളുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയവും ക്യാമ്പസുകളുടെ സർഗാത്മകതയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ ഉൽപാദനക്ഷമമായ ആശയങ്ങൾ സമ്മാനിച്ച് ഭാവി തലമുറയെ നേർവഴി നടത്തുന്ന നക്ഷത്ര ശോഭയോടെ തിളങ്ങുന്ന സമൂഹ നിർമ്മിതിക്ക് വേണ്ടി പോരാടുവാൻ കേരളീയ വിദ്യാർത്ഥി സമൂഹത്തോട് MSF ആഹ്വാനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അധിനിവേശം സൃഷ്ടിച്ച മനുഷ്യന്റെ ജീവിത സാഹചര്യവും ആധുനിക മനുഷ്യന്റെ ആർത്തിയും ഭാവി തലമുറയുടെ നിലനിൽപ്പ് അപകടപ്പെടുത്തുന്നു. മാലിന്യ സംസ്കരണവും വിഷലിപ്തമാകുന്ന ജലസ്രോതസ്സും ചരമം പ്രാപിക്കുന്ന പുഴകളും സൃഷ്ടിക്കുന്നത് സങ്കീർണമായ നവരാഷ്ട്രീയമാണ്. ഗുരുതരമായ ഭീതിയിലാണ് നമ്മുടെ പാരിസ്ഥിതിക രംഗം. കോപ്പൻഹേഗ് സൃഷ്ടിച്ച ചർച്ചകൾ പോലും തുടങ്ങിയിടത്ത് നിൽക്കുന്നു എന്നത് നമ്മെ അലോസരപ്പെടുത്തുന്നു. വികസിത രാജ്യങ്ങളും വികസിത പാതയിലേക്ക് കുതിക്കുന്ന രാജ്യങ്ങളും സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രതിസന്ധി അപരിഹാര്യമായി ഇന്നും തുടരുന്നു. ജലം തേടിയുള്ള യുദ്ധങ്ങളും ധാന്യം ശേഖരണ സമരങ്ങളും പുഴ സംരക്ഷണ ഉപവാസങ്ങളും വരും കാലങ്ങളിൽ നാം കാണേണ്ടി വരും. ദുർഗന്ധപൂർണമായ നഗരമാലിന്യങ്ങൾ കുന്നുകൂടി മാലിന്യ ഗ്രാമങ്ങളും മരമില്ലാത്ത മഴയില്ലാത്ത വരും കാലം ഭാവി തലമുറക്ക് നമുക്ക് സമ്മാനമായി നൽകേണ്ടി വരും. സ്റ്റേജും പേജും മാറ്റിവെച്ച് ബോധവും അവബോധവും നമുക്ക് അനിവാര്യമാണ്. വിവേകപൂർവകമായ സ്വയം നിയന്ത്രണം വിദ്യാർത്ഥികളും പ്രയോഗവൽകൃതമായ ആശയങ്ങൾ വിദ്യാർത്ഥി സംഘടനകളും രൂപീകരിക്കണം. നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു ഹരിത ക്യാമ്പസ് സൃഷ്ടിക്കാൻ. സർവകലാശാലയുടെ തിരുമുറ്റത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു വിദ്യാർത്ഥി സമാജത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുകയും അവരെ ഔന്നത്യത്തിന്റെ പ്രകാശ വഴിയിലേക്ക് നടത്തിക്കുവാൻ പ്രാപ്തമാക്കുകയും ചെയ്യുകയായിരുന്നു ഞങ്ങളിവിടെ. ഈ മഹാസംഗമം ഞങ്ങൾ സ്വപ്നം കണ്ട സമയത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ തുറന്ന മനസ്സോടുകൂടി ഏറ്റെടുത്ത സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഇവിടെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഒരു സംഗീതത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഗായകൻ പാടുമ്പോൾ ആ പാട്ട് സമ്പൂർണ്ണമാവുന്നത് കേൾവിക്കാരൻ്റെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള സഞ്ചാരമാണ് സത്യത്തിൽ സംഗീതം എന്ന് പറയുന്നത്. आज वही गीतों की रानी, आज वही है जाने गजल, आज वही गीतों की रानी, आज वही है जाने गजल, आज वही गीतों की रानी, आज वही है जाने गजल। चलते चलते राह में जिसका, चलते चलते राह में जिसका साथ हुआ था पल दो पल, आज वही गीतों की रानी, आज वही है जाने गजल।
പള്ളിയിലെന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്ത് കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം കോന്തലക്കൽ നീ എനിക്കാ കെട്ടിയ നെല്ലിക്ക കണ്ട് ചുരല് വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക ഓത്ത് പള്ളിയിലൻ Single clap, please. Single.